നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാഹനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ കൂടുതലും ചെയ്യുന്നത്. ആക്സിഡൻറ്റുകൾ പല വിധം, എങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കാം, പലർക്കും അറിയാവുന്ന കേസാണ്. ഹോംലി ആക്സിഡൻറ്റ്, മതിലൂടെ ഒന്നു ഗേറ്റിലൂടെ ഒന്നു അങ്ങനത്തെ ആക്സിഡൻറ്റ്, പാർക്കുന്ന സമയത്ത് മരച്ചില്ല ഒടിഞ്ഞു വീഴുന്ന ക്ലെയിം, പിന്നെ മൃഗങ്ങൾ പട്ടി മാന്തിയാൽ ക്ലെയിം കിട്ടുമോ, മരം വീണാൽ ക്ലെയിം കിട്ടുമോ, മതിൽ വീണാൽ ക്ലെയിം കിട്ടുമോ, 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പം ഒരു പട്ടി ഇടിച്ചു ക്ലെയിം കിട്ടുമോ, വീട്ടിലെ മൃഗങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുമോ. രണ്ടാമത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ്റൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നമാണ്, അവർ കല്ലോ കാര്യങ്ങളോ വെച്ച് എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ പോകും, അതിന് ക്ലെയിം കിട്ടുമോ. ഇതിനൊക്കെ പോലീസ് റിപ്പോർട്ട് ആവശ്യമുണ്ടോ, വേണോ വേണ്ടയോ? അങ്ങനത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും ആക്സിഡൻറ്റ് സംഭവിക്കാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഈ തരത്തിലുള്ള ആക്സിഡൻറ്റിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അവർക്കറിയില്ല എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. ബൈപ്പാസിലൂടെ നമ്മൾ പോകുന്നു, ഫ്രണ്ടിൽ ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു, എൻ്റെ വാഹനം ആ വാഹനത്തിൻ്റെ പുറകിലിടിച്ചു, തൊട്ട് പുറകെ നിന്ന് വന്ന വാഹനം എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ പിടിച്ചു. ആ സമയം സൈഡിൽ കൂടെ ഒരു 2 വീലർ എൻ്റെ വലതുവശത്തിൽ വരഞ്ഞുകൊണ്ട് പോയി. എന്ത് ചെയ്യും? എല്ലാത്തിനും ഓപ്ഷനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം പേരുടെ അടുത്ത് ഈ എൻ്റെ ഒരു വീഡിയോ എത്തണം. കാര്യം എന്ന് വെച്ചാൽ ദിനംപ്രതി സൈക്കിൾ 2 വീലർ ഇറങ്ങും പോലെ കാർ ഇറങ്ങുകയാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വണ്ടികളെടുക്കുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു. ജസ്റ്റ് ഡ്രൈവിങ് മാത്രം അറിഞ്ഞാൽ പോരാ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ്. ഇനി ആർക്കും നമ്മൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ആർക്കും ഒരു അബദ്ധവും പറ്റില്ല, നമുക്ക് എല്ലാം ഫുൾ ക്ലെയിം കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാൻ വേണ്ടി കാരണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക. പലരും ചോദിക്കുന്നുണ്ട്, എത്ര വരുമാനം കിട്ടി, 1000 സബ്സ്ക്രൈബർ ആയല്ലോ. ഞാൻ പറയാം, എനിക്കിപ്പോൾ 1100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഈ 1000 പേരും എന്നെ അറിയാമെന്നുള്ള, പേഴ്സണൽ അറിയാമെന്നുള്ള എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരും അങ്ങനെ ഒരുപാട് കസ്റ്റമർ എൻ്റെ ഈ ഒരു സബ്സ്ക്രൈബറാണ്. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയുള്ളൂ, എൻ്റെ അനുഭവങ്ങളെ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഈ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത എൻ്റെ വീഡിയോ ഒരു മരം വീണ് കഴിഞ്ഞാൽ എങ്ങനെ ക്ലെയിം കിട്ടണം, അത് ഫുൾ പെയിൻറ്റിങ് എങ്ങനെ കിട്ടും, അങ്ങനത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.